ആദിൽ പാലോടിലേക്ക് എത്തിയാൽ ആദിൽ പാലോട് ഉദ്ദേശിച്ചത് ഗാന്ധി സ്മൃതിയിൽ എത്തുക എന്നതാണ്. 5 ഇടങ്ങളിൽ CRPFും പോലീസും തടസ്സം സൃഷ്ടിച്ചെങ്കിലും ആ തടസ്സങ്ങളെ മറികടന്ന് ഇന്ത്യ മുന്നണി സംഘത്തിന് രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി സ്മൃതിയിൽ എത്താൻ സാധിച്ചു. അവിടെ നടന്നത് എങ്ങനെയാണ് ഗാന്ധി സ്മൃതിയിലേക്ക് എത്തിച്ചേർന്നത്? അതിനുശേഷം ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ് ആദിൽ പാലോട്? അരുൺകുമാർ, സമരവുമായി മുന്നോട്ട് തന്നെ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. പാർലമെന്റിനുള്ളിലും പുറത്തും സമരം പ്രതിപക്ഷം തുടരും. മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ഐക്യം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന വിളംബരം കൂടിയായിരുന്നു ഇന്നത്തെ സമരം എന്ന് നമുക്ക് പറയേണ്ടി വരും. ആദ്യത്തെ നിരയിൽ തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം മറ്റു പ്രതിപക്ഷ നേതാക്കൾ കൂടി ഉണ്ടായിരുന്നു. ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കല്യാൺ ബാനർജി ഉണ്ടായിരുന്നു. ഒപ്പം CPMന്റെ ജോൺ ബ്രിട്ടാസും A റഹീമും ഉണ്ടായിരുന്നു. ആദ്യം അകത്തേക്ക് കടക്കുകയായിരുന്നു. വലിയ ഉന്തും തള്ളുമായിരുന്നു ഉണ്ടായിരുന്നത്. പലയിടത്തും അരുൺ പറഞ്ഞതുപോലെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയാനുള്ള ശ്രമം ഉണ്ടായി. പക്ഷേ പ്രവർത്തകർ ഈ ബസ്സിന് വലയമായി മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒടുവിൽ ഗാന്ധി സ്മൃതിയിൽ എത്തുമ്പോൾ വലിയൊരു ജനക്കൂട്ടമായി, ഒരു ആൾക്കൂട്ടമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. MP-മാരായിരുന്നില്ല, നൂറുകണക്കിന് പ്രവർത്തകർ അവിടേക്ക് ഇരച്ചെത്തുന്ന കാഴ്ച കണ്ടു. ഒടുവിൽ അകത്തേക്ക് കടത്തിവിടേണ്ടി വന്നു പോലീസിന് എന്ന് പറയേണ്ടി വരും. ആദ്യം തന്നെ രാഹുൽ ഗാന്ധി പോകുന്നു, KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും പോകുന്നു. പിന്നാലെ പ്രതിപക്ഷ നിരയിലെ MP-മാരാകെ അകത്തേക്ക് കടക്കുന്നു. ഗാന്ധി സ്മൃതിയിലെത്തി അവിടെ നിന്ന് ജനഗണമാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ സമരം എന്നതായിരുന്നു നേരത്തെ തന്നെ ആലോചിച്ചിരുന്നത്. കുറച്ചുകൂടി സമയം അവിടെ ചെലവഴിക്കണമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നതാണ്. പക്ഷേ കൂടുതൽ പ്രവർത്തകരെത്തുകയും വലിയ തോതിൽ ഉന്തും തള്ളുണ്ടാവുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തതോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, അവസാനം മതി, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതൊരു മുദ്രാവാക്യം മുഴക്കി വലിയൊരു പ്രതിഷേധത്തിന്റെ സമരമല്ല, ഒരു പ്രാർത്ഥനാ സമരമാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി അടുപ്പക്കാരോട് അവിടെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കോൺഗ്രസിന്റെ മുഴുവൻ MP-മാർ, CPMന്റെ MP-മാർ, തൃണമൂലിന്റെ MP-മാർ, അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ലോക്സഭ രാജ്യസഭ അംഗങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള വലിയൊരു സമരം അത് തുടരും. അടുത്ത ദിവസങ്ങളിലും പാർലമെന്റിനകത്തും പുറത്തും എന്ന സന്ദേശം കൂടി ഈ സമരം നൽകുന്നുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ.